ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന OET എക്സാമിൻ്റെ മൊഡ്യൂൾസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ മൊഡ്യൂൾസിൽ വന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്കഷൻ. സോ വിൽ സ്റ്റാർട്ട് അവർ വീഡിയോ. സോ കമ്മിങ് ടു ദ റൈറ്റിംഗ് സെക്ഷൻ, നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഓക്കെ, അതിൽ രണ്ടും റെഫറൽ ലെറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു റെഫറൽ ലെറ്റർ നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് കാണാത്ത ഒരു ടൈപ്പായിരുന്നു. അത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന് എഴുതുന്ന ഒരു റെഫറൽ ലെറ്ററാണ്. സോ യു ആർ ആൻ ആസ്മാറ്റിക് നഴ്സ് വർക്കിംഗ് ഇൻ എ ക്ലിനിക്. സോ വൺ പേഷ്യൻറ്റ് നെയ്മഡ് എ 13-year-old ബോയ് നെയ്മഡ് ലൂക്കസ് ഹെൻറി എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് ക്ലിനിക്കിലേക്ക് വരുന്നു വിത്ത് വേഴ്സണിങ് ആസ്മ. അതായിരുന്നു പേഷ്യൻ്റെ ഡയഗ്നോസിസ്. ഓക്കെ, സോ നോർമലി നമുക്കറിയാം ദ പേഷ്യൻ്റ് will have the symptoms of asthma in the past. അതിനെക്കുറിച്ചുള്ള കണ്ടൻറ്റാണ് ഉള്ളിലേക്ക് വരുന്നത്. അതായത് ഇതൊരു സ്കൂൾ ഗോയിങ് ചൈൽഡാണ്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് ഓൾറെഡി ഓൺ ആസ്മാറ്റിക് ഡ്രഗ്സ് ലൈക്ക് സാൽമെട്രോൾ ആൻഡ് ബിഡിസൊണൈഡ് കോമ്പിനേഷൻ വിത്ത് അസ്തലിൻ. ഓക്കെ, ഈ 3 ഡ്രഗ്സ് പേഷ്യൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. MDA എന്നവർ പറയുന്നുണ്ട്. ഇൻഹേലർ, മീഡിയ ഡോസ് ഇൻഹേലർ വെച്ചിട്ട് പേഷ്യൻ്റ് മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര കാലമായിട്ട് എടുക്കുന്നുള്ള കാര്യമൊന്നുമില്ല, പേഷ്യൻ്റ് ഓൺ ദിസ് ഡ്രഗ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇവരുടെ പേരൻസ് സെപ്പറേറ്റഡ് ആണ്, മദർ ഡൈവേഴ്സ്ഡ് ആണ്. സോ ദിസ് ചൈൽഡ് മൂവ് ടു എ ന്യൂ ഹോം, ഹെൻസ് കൺകറൻ്റ്ലി ടു ദ ന്യൂ സ്കൂൾ ഓൾസോ. ഓക്കെ, അങ്ങനെ പേഷ്യൻ്റ് പുതിയ വീട്ടിലേക്കും പുതിയ സ്കൂളിലേക്കും മാറുകയാണ്. അപ്പോൾ വീക്കെൻഡ്സിൽ ഫാദറിനെ അവർ വിസിറ്റ് ചെയ്യുന്നതായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫാമിലി ഹിസ്റ്ററിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവന് ഒരു ബ്രദറുണ്ട്, 15-year-old ആണ്. സോ 15-year-old ബ്രദറിന് ആസ്മ ഹിസ്റ്ററി ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പിന്നെ മദറിന് കുറച്ച് ഇറലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഫാദർ സ്മോക്കിംഗ് ആണ്, മദറിന് ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറെന്തോ അസുഖങ്ങളൊക്കെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. സം അൺനെസസറി ഇൻഫർമേഷൻസ്. ഓക്കെ, പിന്നീട് പറയുന്നത് അവരുടെ ഫസ്റ്റ് വിസിറ്റിനെ കുറിച്ചാണ്. ഈ പേഷ്യൻ്റ് ഫസ്റ്റ് ക്ലിനിക്കിലേക്ക് വരുന്നത് ഒരു 20th December 2023 എന്നുള്ളൊരു ഡേറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. അന്ന് പേഷ്യൻ്റ് പ്രസൻറ്റഡ് വിത്ത് കംപ്ലൈൻറ്റ് ഓഫ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, കോഫിങ് ആൻഡ് സം വീസിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യാണ്. ഓക്കെ, പേഷ്യൻ്റ് പീക്ക് ഫ്ലോമെട്രി നോക്കിയപ്പോൾ 280 ആണ് അതിനകത്ത് കാണിക്കുന്നത്. പേഷ്യൻ്റ് ചോദിക്കുന്നത് ബിഡിസനോട് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് പറയുന്നു യെസ്, ഓക്കെ എന്നാണ് പറയുന്നത്. പേഷ്യൻ്റ് റീസെൻ്റ്ലി ഫുട്ബോൾ ടീമിൽ വന്നിട്ടുണ്ട്. എക്സസൈസ് കൺകറൻ്റായിട്ട് പേഷ്യൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേഷ്യൻ്റെ വൈറ്റൽ സയൻസ് ഒക്കെ നോർമലാണ്. പേഷ്യൻ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വിസിറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. So he has been asked to maintain the peak flow diary മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് സെൻഡ് ദ പേഷ്യൻ്റ് ബാക്ക് ആൻഡ് റിവ്യൂ ആഫ്റ്റർ 2 weeks. പിന്നെ വരുന്നത് ഇന്നത്തെ ഡേറ്റിൽ, അതായത് ടുഡേയ്സ് ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് 6th Jan 2024 എന്നുള്ള ഒരു ഡേറ്റാണ് ടുഡേയ്സ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ വിസിറ്റിൽ ഈ പേഷ്യൻ്റ് പീക്ക് ഫ്ലോ റീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീക്ക് ഫ്ലോമീറ്റർ റീഡിങ് 260 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം 280 ആണ്, ഇന്നത്തെ റീഡിങ് 260 ആണ്. അപ്പോൾ ബിഡിസൊണൈഡിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പേഷ്യൻ്റ് ഓഫൻ ഫോർഗെറ്റ്സ് ബിക്കോസ് ഹീ ഈസ് നോട്ട് കംപ്ലൈങ് വിത്ത് ടേക്കിംഗ് ബിഡിസൊണൈഡ്. മേ ബി ദ പേഷ്യൻ്റ് സ്ട്രെസ്ഡ് എന്ന് പറയുന്നുണ്ട്, സം ആങ്സൈറ്റി ഈസ് ദെയർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫർ ദിസ് പേഷ്യൻ്റ് ടു എ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഫോർ റിവ്യൂയിങ് ഓഫ് മെഡിക്കേഷൻസ് പ്ലസ് to rule out any underlying anxiety or stress, അത് to cope up with the current drugs. ഇതിനെല്ലാം വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പേഷ്യൻറ്റിനെ ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് വേണ്ടി പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നു. അപ്പോൾ ഇതായിരുന്നു ലെറ്റർ. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും ഒരു റെഫറൽ ലെറ്റർ ആയിരുന്നു, ബട്ട് ദ സെനാരിയോ ഈസ് ഡിഫറെൻറ്റ്. അതൊരു ഫാമിലി GPക്ക് എഴുതുന്ന ഒരു ലെറ്റർ ആയിരുന്നു. അവിടെയും ഒരു 14-year-old ഫീമെയിലായിരുന്നു. നമ്മൾ ഫസ്റ്റ് ലെറ്ററിൽ 13-year-old ബോയ് ആണ്. ഓക്കെ, ഇവിടെ ഒരു 14-year-old ഫീമെയിലാണ്. കുറച്ച് വിസിറ്റ്, അതൊരു യുവർ സ്കൂൾ ഹെൽത്ത് നഴ്സ്. ഓക്കെ, അവിടെ നിങ്ങൾ ആസ്മാറ്റിക് നഴ്സായിരുന്നു, ഇവിടെ നിങ്ങളൊരു സ്കൂൾ ഹെൽത്ത് നഴ്സാണ്. അതിനകത്ത് കുറച്ച് വിസിറ്റിൻ്റെ കാര്യങ്ങൾ September 23, 2023 ഇത് ഫസ്റ്റ് വിസിറ്റായിട്ട് വരുന്നു. അപ്പോൾ ന്യൂ സ്കൂൾ ജോയിൻ ആണ്. സോ
this patient, she complains of headache. ഒരിക്കലും ഹെഡേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഒബിയസ്ലി വിൽ ബി ഗിവിങ് സം OTC ഡ്രഗ്സ് ലൈക്ക് യു ആർ ഗിവിങ് സം പാരസെറ്റമോൾ. ഓക്കെ, പിന്നെ ഫിസിക്കൽ എക്സാമിനേഷനിൽ പേഷ്യൻ്റ് ഫേഷ്യൽ ആക്നെ ഉണ്ട്, സ്പ്രെഡിങ് ടു ബാക്ക് ആൻഡ് ഷോൾഡേഴ്സ്. സോ പേഷ്യൻ്റ് ഈസ് ടു മച്ച് എംബറാസ്ഡ് ആൻഡ് സോഷ്യലി വിഡ്രോൺ. മോറോവർ വേറെ റീസൺ പറയുന്നത് പേഷ്യൻ്റ് ഹാവ് റീസൺ ലോസ് ഓഫ് ലവഡ് വൺസ്, ഒരു ഗ്രാൻഡ് പേരൻസ് മരണപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം വെച്ചിട്ട് ഒരു ഫാമിലി GPക്ക് ലെറ്റർ എഴുതാനാണ് പറയുന്നത് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആക്നെ ആൻഡ് ദ ഇമോഷണൽ സപ്പോർട്ട് പ്ലസ് മെൻ്റൽ വെൽബീങ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു റെഫർ ലെറ്റർ ഫാമിലി GPക്ക് എഴുതാനായിരുന്നു. സോ ലെറ്റർ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു റൈറ്റിങ്ങിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി കമ്മിങ് ടു ദ സ്പീക്കിങ്ങിലേക്ക് വരുമ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് പോലെ തന്നെ, പക്ഷേ ടാസ്ക് എല്ലാം അത്യാവശ്യം എന്താണ് നല്ലതൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഒരു ഹോസ്പിറ്റൽ വാർഡാണ്. സോ യു ജസ്റ്റ് കംപ്ലീറ്റഡ് ദി ക്ലിനിക്കൽ ഒബ്സർവേഷൻ ഫോർ എ 4-year-old girl and you are the ward nurse. Okay, so you are talking to your mother and you are discussing the condition of this child because the patient the fracture കഴിഞ്ഞിട്ട് immediate post operative periodലാണ്. Some procedure has been done to the patient and you are addressing the mother's concern. അതായിരുന്നു. So you are normally asking to the mother about whether she is having any concern. മദർ ചോദിക്കുന്നു the importance of diet, അതിൻ്റെ വൈറ്റമിൻ C rich foods and minerals and encourage to take more fluids. ഓക്കെ, ആൻഡ് മോറോവർ അതിനകത്ത് മദറിന് വേറൊരു പാട്ടിൽ മെയിനായിട്ട് പറയുന്നത് ഇവർക്ക് വേറെ കുട്ടികളുണ്ടെന്ന് പറയുന്നുണ്ട്. ഷീ ഈസ് ഹാവിങ് അതർ കിഡ്സ്. സോ യു ആർ എൻകറേജിങ് ദ മദർ ടു സ്റ്റേ വിത്ത് ദ ചൈൽഡ്. Okay, so the importance of staying with the child will ease the recovery, give some mental support to that child so that she can leave the hospital easily. So you can make some consent with the mother so that to make her willing to stay with the child during hospitalization. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഹോം വിസിറ്റ് ആയിരുന്നു. ഹോം വിസിറ്റ്, യു ആർ ദ nurse visiting a patient at home who is immediately discharged from the hospital after a pneumonia. So you are visiting this a patient to give IV antibiotics. Okay, so first you confirm the reason with the patient why you are visiting this patient. പിന്നെ പറയുന്നത് what is importance of taking the IV antibiotics because of for easy recovery അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, to prevent the infection and all. പിന്നീട് പറയുന്നത് പേഷ്യൻ്റ് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെന്ന് ചോദിക്കുന്നു. സോ പേഷ്യൻ്റ് ഈസ് ഹാവിങ് സം cough and some tiredness or weakness associated with these symptoms. So we are addressing that concerns. Like you are telling, coughing is normal in pneumonia, it's a lower respiratory tract infection. So to loosen the secretions and it is a normal body's response to any infection. So നമ്മൾ ഈ സെക്രീഷൻസ് ഒക്കെ പുറത്തു കളയാൻ വേണ്ടിയിട്ടൊരു നോർമൽ പ്രോസസ്സാണെന്നുള്ള കാര്യം നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് പറയുന്നത് ന്യൂമോകോക്കൽ വാക്സിൻ്റെ കാര്യം പറയുന്നത്. സോ ദ പേഷ്യൻ്റ് ഈസ് ആസ്കിങ് അബൌട്ട് സം വാക്സിൻസ് ടു പ്രിവെൻറ്റ് ഫർദർ ന്യൂമോണിയ ഇൻ ഫ്യൂച്ചർ. സോ യു ആർ റെഫറിങ് ദിസ് പേഷ്യൻറ്റ് ടു എ GP ടു ഹാവ് ടു ഗെറ്റ് സം ഫോർ ദ ന്യൂമോകോക്കൽ വാക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പേഷ്യൻ്റെ കൺസേൺസ് എല്ലാം അഡ്രസ് ചെയ്തിട്ട് ലാസ്റ്റ് യു ആർ മേക്കിംഗ് ദിസ് പേഷ്യൻറ്റ് വില്ലിങ് ടു ഗോ ഫോർ IV ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ഇതായിരുന്നു വേറൊരു ലെറ്ററായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ലെറ്റർ വന്നത് ഒരു എൻഡോസ്കോപ്പി ഒരു പേഷ്യൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ എൻഡോസ്കോപ്പി എടുക്കാൻ വേണ്ടി ഒരു പേഷ്യൻ്റ് പ്രീ ഓപ്പ് ഏരിയയിലേക്ക് വരുന്നു. സോ യു ആർ പ്ലാനിങ് സം ഡിസ്കഷൻ വിത്ത് ദിസ് പേഷ്യൻ്റ് അബൌട്ട് ദിസ് പ്രൊസീജിയർ. അങ്ങനെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് യു ടുക്ക് പെർമിഷൻ ടു ടേക്ക് വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നത്. പിന്നീട് വന്നൊരു ക്വസ്റ്റ്യൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഒരു പേഷ്യൻറ്റ് ഫോർ എ റുട്ടീൻ ചെക്കപ്പിന് വരുന്നു. പേഷ്യൻ്റ് ഇയറേക്കാണ്. സോ യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് ദിസ് പേഷ്യൻറ്റ് ആൻഡ് you are telling some probability what is the reason for causing this ear pain. So to make an acute or to make an accurate diagnosis, you are referring this patient to a doctor and making the patient acceptance and willingness to see a doctor. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നീട് വന്നൊരു മദർ ആൻഡ് ചൈൽഡായിട്ടൊരു ടോക്കാണ്. ഒരു 4-year-old ചൈൽഡാണ്. കൊച്ചിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുഡൻ സ്പ്രിങ്ക്ലർ ഓൺ
ഹിസ് നെയിൽ, അതായിരുന്നു കണ്ടീഷൻ. സോ യു ആർ എക്സ്പ്ലെയിനിങ് വാട്ട് ഇസ് ദിസ് വുഡൻ ഫിംഗർ, so and so, and for explaining all the conditions with the mother and what is a possible treatment, and giving the reassurance to this mother, and finally they came to know their child's condition. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടോക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു സ്പീക്കിങ്ങിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ലിസണിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലിസണിങ്ങിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റ്സിൽ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു സൈക്കോളജിസ്റ്റിൻ്റെ ടോക്ക് വരുന്നുണ്ട്, ഗാസ്ട്രോയുടെ ടോക്ക് വരുന്നുണ്ട്, ന്യൂറോയുടെ ടോക്ക് ഉണ്ടായിരുന്നു, അതുപോലെ ഹെമറ്റോളജിസ്റ്റിൻ്റെ ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് പല ഡിഫറെൻ്റ് ഏരിയാസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിഫറെൻറ്റ് കൺട്രീസ്. ഓക്കെ, അതിൽ ലിസണിങ്ങിൻ്റെ ഒരു പാർട്ടിലേക്ക് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ടോക്ക് വന്നത് പേഷ്യൻ്റ് ഹെഡ് ഏക്കാണ്. സോ യു ആർ അസോസിയേറ്റ് ദിസ് പേഷ്യൻറ്റ് ഫോർ ദ റീസൺ ഫോർ ഹെഡ് ഏക്ക്. അതിനകത്ത് കുറച്ച് കോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, ബട്ട് ബിഗ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ന്യൂറോളജിസ്റ്റിൻ്റെ ടോക്ക്. പിന്നീട് വന്നത് ഒരു ഹെമറ്റോളജിസ്റ്റിൻ്റെ ടോക്കാണ്. ഹെമറ്റോളജി കണ്ടീഷൻസ് ലൈക്ക് സം ബ്ലഡ് ഡിസ്കാരിയസിസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ഒരു ടോക്കാണ് ഹെമറ്റോളജിയിൽ വന്നത്. അതും പേഷ്യൻ്റ് ഈസിലി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലിസണിങ് ആയിരുന്നു. ഓക്കെ,